ഭഗവാന്റെ അവതാര രഹസ്യങ്ങളിലേക്കും ആ മനോഹരമായ ലീലകളിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. കേവലം ഒരു കഥ എന്നതിലുപരി ഭാരതീയ സംസ്കാരത്തിന്റെ ഹൃദയമിടിപ്പായ ആ പുണ്യചരിതം നമുക്ക് ആഴത്തിലൊന്ന് തൊട്ടറിയാം. ഭഗവാൻ കൃഷ്ണൻ ആരാണ്? അദ്ദേഹം വെറുമൊരു രാജാവോ അതോ ഒരു യോഗിയോ? അതോ പ്രപഞ്ചത്തിന്റെ തന്നെ താളമോ? അർജുനന് ഗീത ഉപദേശിച്ച ജഗദ്ഗുരുവായും ഗോപികമാരുടെ കള്ളക്കണ്ണനായും കംസന്റെ അന്തകനായും ഒക്കെ നാം കാണുന്ന ആ പുണ്യാവതാരത്തിന്റെ പിന്നിൽ മനുഷ്യബുദ്ധിക്കപ്പുറത്തുള്ള ചില നിയോഗങ്ങളുണ്ട്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കേട്ടിരിക്കുകയാണെങ്കിൽ നാം ഇത്രയും കാലം അറിഞ്ഞ കൃഷ്ണകഥകൾക്കപ്പുറം പ്രപഞ്ചം ഒരുക്കിയ വലിയൊരു തിരക്കഥയുടെ ചുരുളഴിയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ കഥയുടെ തുടക്കം ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ നിന്നു തന്നെ തുടങ്ങാം. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ നിന്ന് ധർമ്മൻ എന്നൊരു പ്രജാപതി ഉത്ഭവിച്ചു. പേരുപോലെ തന്നെ ധർമ്മനിഷ്ഠനായിരുന്നു അദ്ദേഹം. ദക്ഷപ്രജാപതിയുടെ 10 പുത്രിമാരെ വിവാഹം കഴിച്ച ധർമ്മന് 4 പുത്രന്മാരുണ്ടായി: ഹരി, കൃഷ്ണൻ, നരൻ, നാരായണൻ. ഇതിൽ ഹരിയും കൃഷ്ണനും മഹായോഗികളായി മാറിയപ്പോൾ നരനും നാരായണനും ഹിമാലയത്തിലെ മഞ്ഞുപുതച്ച ബദരിയാശ്രമത്തിൽ കഠിനമായ തപസ്സിൽ മുഴുകി. 1000 വർഷം നീണ്ടുനിന്ന ആ തപസ്സിന്റെ ചൈതന്യം സ്വർഗലോകത്തെ പോലും വിറപ്പിച്ചു. ഇന്ദ്രൻ ഭയന്നുപോയി. ഈ തപസ്വികൾ തന്റെ പദവി തട്ടിയെടുക്കുമോ എന്ന ഭയത്താൽ അദ്ദേഹം സുന്ദരിമാരായ ദേവസ്ത്രീകളെ അയച്ച് തപസ് മുടക്കാൻ ശ്രമിച്ചു. ദേവസ്ത്രീകളെ കണ്ട നാരായണ മഹർഷി കോപിഷ്ഠനായെങ്കിലും നരൻ എന്ന ഋഷി അദ്ദേഹത്തെ ശാന്തനാക്കി. പ്രലോഭനങ്ങളുമായി വന്ന ആ സുന്ദരിമാരോട് നരൻ സ്നേഹത്തോടെ പറഞ്ഞു: ഇപ്പോൾ ഞങ്ങളുടെ തപസ് മുടക്കരുത്. അടുത്ത ജന്മത്തിൽ നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും സാധിച്ചുതരാം. 28ാം ദ്വാപരയുഗത്തിൽ ഞാൻ ഭൂമിയിൽ അവതരിക്കും. അന്ന് നിങ്ങൾ രാജകുമാരിമാരായി ജനിക്കുക. ഞാൻ യദുകുലത്തിൽ കൃഷ്ണനായി വന്ന് നിങ്ങളെ പാണിഗ്രഹണം ചെയ്യാം. ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായിരുന്നു പിൽക്കാലത്തെ കൃഷ്ണാവതാരവും അദ്ദേഹത്തിന്റെ മഹിഷിമാരും. അതുകൊണ്ടാണ് നരൻ അർജുനനായും നാരായണൻ ശ്രീകൃഷ്ണനായും ഭൂമിയിൽ പുനർജനിച്ചു എന്ന് നാം വിശ്വസിക്കുന്നത്. പക്ഷേ ആ ജന്മം അത്ര ലളിതമായിരുന്നില്ല. മധുരയിലെ കാരാഗൃഹത്തിൽ കണ്ണുനീരിനും ചോരയ്ക്കുമിടയിലാണ് ആ പുണ്യം പിറവിയെടുത്തത്. വസുദേവരുടെയും ദേവകിയുടെയും വിവാഹാഘോഷയാത്രയുടെ ഇടയിൽ മുഴങ്ങിയ ആ അശരീരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസനെ വധിക്കും. ആ നിമിഷം മുതൽ കംസൻ എന്ന ക്രൂരൻ തന്റെ സഹോദരിയെയും ഭർത്താവിനെയും തടവിലാക്കി. ജനിച്ചു വീണ ഓരോ കുഞ്ഞിനെയും അവൻ നിലത്തടിച്ചു കൊന്നു. 6 പിഞ്ചുകുഞ്ഞുങ്ങളുടെ രക്തം കംസന്റെ കൈകളിൽ പുരണ്ടു. എന്നാൽ 7ാമത്തെ ഗർഭം അനന്തന്റെ അംശമായിരുന്നു. ഭഗവാന്റെ മായാവിലാസത്താൽ ആ ഗർഭം വസുദേവരുടെ മറ്റൊരു പത്നിയായ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെയാണ് ബലരാമൻ ജനിക്കുന്നത്. ഒടുവിൽ ആ ചരിത്ര നിമിഷമെത്തി. ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമിയും രോഹിണി നക്ഷത്രവും ഒത്തുചേർന്ന അർദ്ധരാത്രി. പ്രകൃതി പോലും ശ്വാസമടക്കി പിടിച്ചു നിന്ന സമയം. 10 ദിക്കുകളും പ്രസന്നമായി, കാറ്റുകൾ സുഗന്ധം വഹിച്ചു. മധുരയിലെ ഇരുളടഞ്ഞ കാരാഗൃഹത്തിൽ ചതുർബാഹുവായി ശംഖചക്ര ഗദാ പത്മധാരിയായി ഭഗവാൻ അവതരിച്ചു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആകാശത്ത് ഗ്രഹനിലകൾ മാറുന്നതിനേക്കാൾ വലിയൊരു അത്ഭുതം അവിടെ നടന്നു. ശ്രീരാമാവതാര സമയത്ത് 5 ഗ്രഹങ്ങൾ ഉച്ചത്തിലായിരുന്നുവെങ്കിൽ കൃഷ്ണാവതാര സമയത്ത് ചന്ദ്രൻ, ശനി, ചൊവ്വ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ ഉച്ചസ്ഥിതിയിലായി. ഇടവലഗ്നത്തിൽ ചന്ദ്രനും കേതുവും, ചിങ്ങത്തിൽ സൂര്യനും, മീനത്തിൽ വ്യാഴവും എല്ലാം ചേർന്ന് പ്രപഞ്ചത്തിന്റെ താളം ഭഗവാന് അനുകൂലമായി മാറി. ഒരു കറുത്തവാവ് കഴിഞ്ഞ് 7ാം നാളിലായിരുന്നു ജനനമെങ്കിലും ഭഗവാന്റെ പ്രഭ കാരണം ആ രാത്രി ഒരു പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുപോലെ പ്രകാശപൂർണമായിരുന്നു. ഈ അർദ്ധരാത്രിയിലെ ജനനമാണ് നാം അഷ്ടമിരോഹിണിയായി ആഘോഷിക്കുന്നത്. കൃഷ്ണൻ ജനിച്ച അതേ സമയം തന്നെ യശോദയുടെ മകളായി മായാദേവിയും അവതരിച്ചിരുന്നു. വസുദേവർ കൃഷ്ണനെ അമ്പാടിയിലെത്തിച്ച് പെൺകുഞ്ഞിനെ തിരികെ കൊണ്ടുവന്നു. കംസൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവൾ ആകാശത്തേക്ക് ഉയർന്നു മറഞ്ഞു. നിന്നെ കൊല്ലാനുള്ളവൻ ഭൂമിയിൽ ജനിച്ചുകഴിഞ്ഞു എന്ന താക്കീത് നൽകിയത് ആ ദേവിയായിരുന്നു. പിന്നീടുള്ള കൃഷ്ണലീലകൾ ഒരു മനോഹരമായ സംഗീതം പോലെയാണ്. തന്നെ കൊല്ലാൻ മുലപ്പാലിൽ വിഷവുമായി വന്ന പൂതനയ്ക്ക് പോലും മോക്ഷം നൽകിയ കാരുണ്യം. കാളിയമർദ്ദനവും ഗോവർദ്ധനവും അമ്പാടിയിലെ ഗോപികമാരുടെ പ്രിയങ്കരനായ കണ്ണനുമൊക്കെയായി ആ അവതാരം വളർന്നു. 12ാം വയസ്സിൽ അദ്ദേഹം മധുരയിലെത്തി കംസനെ വധിച്ചു. തടവിലായിരുന്ന മാതാപിതാക്കളെയും ഉഗ്രസേനനെയും മോചിപ്പിച്ചു. പക്ഷേ കൃഷ്ണൻ ഒരിക്കലും ഒരു സിംഹാസനത്തിലിരിക്കാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം ഉഗ്രസേനനെ രാജാവായി വാഴിച്ചു. പിന്നീട് ദ്വാരക എന്ന അത്ഭുത നഗരം നിർമ്മിച്ച് അവിടെ പുതിയൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു. മഹാഭാരത യുദ്ധത്തിൽ പോലും അദ്ദേഹം ആയുധമെടുത്തില്ല. പകരം അർജുനന്റെ തേരാളിയായി മാറി. രാജ്യം പിടിച്ചെടുക്കാനല്ല, മറിച്ച് ധർമ്മം സ്ഥാപിക്കാനായിരുന്നു അദ്ദേഹം നിലകൊണ്ടത്. രാഷ്ട്രീയ തന്ത്രജ്ഞനായും സുഹൃത്തായും വഴികാട്ടിയായും അദ്ദേഹം നമുക്കിടയിൽ ജീവിച്ചു. കലിയുഗത്തിന്റെ ഉദയം വരെ ആ ലീലകൾ തുടർന്നു. നാം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുമ്പോൾ അത് കേവലം ഒരു ജന്മദിന ആഘോഷമല്ല. നമ്മുടെ ഉള്ളിലെ അജ്ഞാനമാകുന്ന കംസനെ വധിക്കാനും ധർമ്മമാകുന്ന കൃഷ്ണനെ ഉണർത്താനുമുള്ള അവസരമാണ്. വീടുകളിൽ കണ്ണന്റെ പാദങ്ങൾ വരച്ചും ഉണ്ണിക്കണ്ണന്മാർക്ക് വെണ്ണയും പാലും നൽകിയും നാം ആഘോഷിക്കുമ്പോൾ ഭഗവാൻ പ്രസരിപ്പിക്കുന്ന ആ ചൈതന്യം നമ്മുടെ ജീവിതത്തിലും നിറയണം.
പുരാണ പാരായണത്തിലൂടെയും നാമജപത്തിലൂടെയും ആ പുണ്യം നേടാൻ നമുക്ക് സാധിക്കണം. നാം നമ്മുടെ മക്കളെയും കൃഷ്ണനെപ്പോലെ വളർത്താൻ ശ്രമിക്കണം. കുസൃതിയുള്ളവരാണെങ്കിലും ധർമ്മത്തിനു വേണ്ടി പോരാടാൻ കരുത്തുള്ളവരായി അവർ വളരട്ടെ. ഭഗവാന്റെ ആ നീലപ്രഭ എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കട്ടെ. നന്ദി. നമസ്തേ.